Good morning, everyone. So, KS റാങ്കറിന്റെ KS 2025 സ്ട്രാറ്റജി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത് KS റാങ്കറിൽ നമ്മുടെ KS 2025 വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, അത് നമ്മൾ എങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, നമ്മുടെ കോഴ്സിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ്, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്, ഇങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു സ്ട്രാറ്റജി സെഷനിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഇനി ഈവൻ നിങ്ങൾ മറ്റേതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും, അതേപോലെ തന്നെ KS 2025 വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് ഒരു സെൽഫ് സ്റ്റഡി നടത്തുന്ന ആളാണെങ്കിലും ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. കാരണം എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ പറയുന്ന KS എക്സാമിനേഷന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് നമുക്കൊരു റാങ്ക് മേക്കിംഗ് രീതിയിലേക്ക് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിന് അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഷോർട്ട് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ, നമ്മുടെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്ട്രാറ്റജി സെഷൻ. നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചില ഇൻഫർമേഷൻസ് നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മറ്റ് ഒരു എക്സാമിനും ഇല്ലാത്തതുപോലെ ഫോർ ദ ഫസ്റ്റ് ടൈം PSC നമ്മൾ എന്താ പറയുക, ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ എക്സാമിനേഷന്റെ ഷെഡ്യൂള് ഫൈനൽ റിസൾട്ട് എന്ന് ഡിക്ലെയർ ചെയ്യും എന്നുള്ളത് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, PSC നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് അറിയാവുന്നതാണ് KS മിനിമം സ്റ്റേജസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ടോൾഡ് യു ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സ്ട്രാറ്റജി. നമ്മൾ ഇതിന്റെ സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിനേഷൻ. പ്രിലിംസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് June 14 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇന്ന് March 1 ആയിട്ടുണ്ട്. March 1 മുതൽ March 1 മുതൽ ഈ പറയുന്ന June 14 വരെയുള്ള ഡേയ്സ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ March, April, May, June 14. ഇറ്റ്സ് ലൈക്ക് 92 + 14 ഡേയ്സ്. അപ്പൊ നമ്മൾ ടോട്ടൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100+ ഡേയ്സ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് എടുക്കാം. ഇവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ March 7 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ കൺസിഡർ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അവരുടെ ഏജ് എത്രയായിരിക്കണം, അവർക്ക് എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 100 ഡേയ്സ് ഓർ ലൈക്ക് ലെസ് ദാൻ 100. ഓക്കെ, നിങ്ങൾക്ക് ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അറൌണ്ട് 100 ഡേയ്സ് മാത്രമായിരിക്കും. അതിന്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 100 ഡേയ്സ് ആയിരിക്കും. പ്രിലിംസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ 100 ഡേയ്സ് ആണുള്ളത്. ഇനി പ്രിലിംസ് ടു മെയിൻസിലേക്ക് വരുന്ന സമയത്ത് June 14 ആണ്. ഓക്കെ, ദെൻ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് നമുക്കറിയാം 3 പേപ്പേഴ്സ് വരുന്നുണ്ട്. October 17 2 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ. ദെൻ ഓൺ ദി October 18 മോർണിംഗിൽ എന്തുണ്ടായിരിക്കും, 3rd പേപ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ 3 പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. 300 മാർക്സ് ആണ്. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അവിടെ നിങ്ങൾക്ക് 4 മാസത്തെ സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, 4 മാസം എന്ത് ചെയ്യുന്നുണ്ട്, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അത്രത്തോളം ഡേറ്റ് കിട്ടുന്നില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. PSC നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ സൂചനയാണ്. പ്രിലിംസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എത്ര ദിവസം കിട്ടുന്നുണ്ടോ അത്രത്തോളം ദിവസം മെയിൻസ് എക്സാമിനേഷന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രിലിംസ് എക്സാമിനേഷൻ ആണ്. ഡെഫിനറ്റ്ലി നമുക്കറിയാം മറ്റ് PSC എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് KSന്റെ മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ ആണ്. അപ്പം ആൻസർ റൈറ്റിംഗ് ഇതിന്റെ കൂടെ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് വേണ്ട. നൗ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ പ്രിലിംസ് എക്സാമിനേഷൻ. ഇപ്പൊ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം പ്രിലിംസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡേയ്സ്, മാസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ പ്രിലിംസ് എക്സാമിനേഷന്റെ അതേ സിലബസ് തന്നെയാണ് മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. ചെറിയൊരു ചേഞ്ചസ് മാത്രം, ലൈക്ക് ഏത് പേപ്പറിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ചേഞ്ചസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സെയിം കണ്ടന്റ്, സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഓൾറെഡി നിങ്ങൾ കണ്ടന്റ് ബിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗിലൂടെ നിങ്ങളുടെ ആൻസർ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 മാസം ഇസ് മോർ ദാൻ ഇനഫ് ആൻഡ് വി വിൽ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, KS റാങ്കറിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും, ഡെയിലി ആൻസർ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതൊരു എൻറ്റയർ ഡിഫറെന്റ് ഡിസ്കഷൻ ആണ്. അത് നമുക്ക് സെറ്റ് ആക്കാം. അതിൻ്റെ അകത്തേക്ക് നിങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ടതില്ല. നമ്മൾ വീണ്ടും പ്രിലിംസ് എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ. ഇനി അടുത്തൊരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ നോക്കുക. മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന്റെ ഷെഡ്യൂൾ പറഞ്ഞിട്ടില്ല. ഡെഫിനറ്റ്ലി ഇന്റർവ്യൂ അവിടെ ഉണ്ടായിരിക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് എന്ന് വരും എന്നതാണ് ഡിക്ലെയർ ചെയ്യുന്നത് February 16. ആ ഒരു ടൈം ഗ്യാപ്പും കൂടെ നിങ്ങൾ നോക്കുക. ഒക്ടോബർ അല്ലേ, ഒക്ടോബർ കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, വീണ്ടും 4 മാസത്തിന്റെ ഇടയ്ക്ക് ഇവർക്ക് എന്ത് ചെയ്യണം, ഫൈനൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരാൻ പോകണം, അതിനു മുമ്പ് ഒരു കേസും കൂടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സർക്കാരിന് ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, പ്രഖ്യാപിക്കണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ എൻറ്റയർ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു പ്രോസസ്സ് എൻറ്റയർ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിം സ്റ്റേജിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര പേര് എഴുതും എന്നുള്ളത് ഗവൺമെന്റിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് മെയിൻസ് എക്സാമിനേഷൻ എത്ര പേര് എഴുതുന്നു എന്നുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കറിയാം കഴിഞ്ഞ വർഷം നോക്കുന്ന സമയത്ത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ആയിരുന്നു. എന്ന് ലൈക്ക് പ്രിലിംസ് എക്സാമിനേഷൻ നടക്കുന്നു, എന്ന് മെയിൻസ് നടക്കും, എന്ന് ഇന്റർവ്യൂ നടക്കും, എന്ന് ഫൈനൽ നടക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതുപോലെ ഒരു സ്ട്രിക്റ്റ് ടൈം ലൈൻ PSC ഉണ്ടായിരുന്നില്ല. അപ്പം എത്ര പേര് വേണമെങ്കിലും ഇപ്പൊ നമുക്കറിയാം പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരുപാട് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്നിട്ട് അറൌണ്ട് മോർ ദാൻ 2000 സ്ട്രീം 1ലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000-ലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റ് കാറ്റഗറി 2 ഒക്കെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 1500 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ ടോട്ടൽ എല്ലാ സ്ട്രീമും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അറൌണ്ട് 4000 പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? KS മെയിൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം UPSC എക്സാമിനേഷൻ ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് UPSC-യിലൊക്കെ എന്ത് ചെയ്യാറുള്ളത്? മെയിൻസ് ആൻസേഴ്സ് ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകാറുള്ളത്. പക്ഷേ അതുപോലത്തെ ഒരു സിസ്റ്റം എവിടേക്ക് വരുന്ന സമയത്തില്ല, PSC-ക്ക് ഇല്ല. കാരണം PSC-യുടെ പല എക്സാമുകളും ഈ പറയുന്ന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ OMR മോഡുലേഷൻ ആ ഒരു മോഡലാണ് എന്ത് ചെയ്യാറുള്ളത്? നടത്താറുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് അത്രത്തോളം ഒരു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പറയുന്നതും PSC-യുടെ മുകളിൽ ഒരു കൺസ്ട്രെയിൻ തന്നെയാണ്. അപ്പൊ ആ ഒരു ഫെയർനെസ് ഓഫ് ദി എക്സാമിനേഷൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകളെയൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് മുഴുവൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഇന്റർവ്യൂ കൂടെ നടത്തണം എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്നും കൂടെ ആലോചിക്കുക. ഓക്കെ, സോ ഇന്റർവ്യൂ കൂടെ നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇതിന്റെ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് അതുപോലെ വെരിഫിക്കേഷൻ ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ 2 മാസം മാക്സിമം ലൈക്ക് 2.5 മാസത്തിന്റെ ഇടയ്ക്ക് മെയിൻസ് എക്സാമിനേഷന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് ഫൈനൽ ഡിക്ലറേഷനും കൂടെ വരികയും വേണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 2.5 മാസം എന്നുള്ളതാണ് മാക്സിമം ടൈം എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഒരാളുടെ അടുത്ത് 3 പേപ്പേഴ്സ് ഉണ്ട്. ഒരാൾ 3 പേപ്പർ എഴുതും. അത്രത്തോളം പേപ്പറുകൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ഒരു ദിവസം ഒരാള് മിനിമം നമ്പർ ഓഫ് പേപ്പേഴ്സ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലൈക്ക് 20 to 25% ആയിരിക്കും ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അയാളെ കൊണ്ട് ഒരുപാട് പേപ്പേഴ്സ് ഇപ്പൊ നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കാണുന്ന പോലെ ലൈക്ക് പേപ്പർ ഇവാലുവേഷൻ എത്രത്തോളം പേപ്പർ ഒരു ദിവസം വരുന്നത് അത് മുഴുവൻ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫോർമാറ്റ് ആയിരിക്കില്ല. ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആയിരിക്കും. SOP ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ബേസ്ഡ് ആയിരിക്കും ഈ പറയുന്ന പേപ്പർ ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം റിയലി കുറവായിരിക്കും കമ്പയർഡ് ടു ദിസ് 4000. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഈ ഒരു 4000 നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവ് ആളുകളായിരിക്കും ഈ പ്രാവശ്യം എന്ത് ചെയ്യുന്നത്? പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാമിനേഷനിലേക്ക് എത്തുന്നത്. ഇത്രത്തോളം 4000 ആളുകൾ ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അപ്പം റിയൽ ടഫ് ഈ വർഷത്തെ KS 2025-ലെ ടഫ്നെസ് അല്ലെങ്കിൽ റിയൽ ചാലഞ്ച് നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ ദ പ്രിലിംസ് എക്സാമിനേഷൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി സെഷനിലേക്കൊന്നും ഇപ്പം പോകാൻ വേണ്ടിയിട്ട് പാടില്ല. പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് 75% ഇറ്റ് ഈസ് ഡൺ. ഓക്കെ, 75% ഇറ്റ് ഈസ് ഡൺ. അപ്പൊ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നതാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മുൻ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് KS എക്സാമിനേഷൻ സംബന്ധിച്ച് ഈ വർഷത്തേക്ക് വരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡെഫിനറ്റ്ലി അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ PSC ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡേറ്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് എന്തൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണം ഈ ഒരു എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത്? ഒന്നാമത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രീ സെറ്റ് ടൈമും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഡ്യൂറേഷനും ആണ്. അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, എങ്ങനെ പ്രിപ്പറേഷനും അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 3.5 മന്ത്സും അതുപോലെ തന്നെ 4 മാസമാണ് മെയിൻസ് എക്സാമിനേഷൻ ഉള്ളത്. സോ അക്കോർഡിംഗ്ലി പ്രിലിംസിന് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ പഠനങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. പിന്നെ അടുത്തത് മിനിമം റിസോഴ്സ് വിത്ത് ക്വാളിറ്റി ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, എൻ്റെ അടുത്ത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 3.5 മാസം കൊണ്ട് ഇത് മുഴുവൻ പഠിച്ച് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ KS എക്സാമിനേഷൻ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നിങ്ങളുടെ റിസോഴ്സസ് എന്തായിരിക്കണം? വളരെ മിനിമൽ ആയിരിക്കണം. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, ക്ലാസ്സുകൾ, നോട്ട്സ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ അതുപോലെ തന്നെ ഈ ഒരു KS എക്സാമിനേഷന്റെ ഡിമാൻഡ് ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് ആയതുകൊണ്ട് തന്നെ അതും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി ഡെഫിനറ്റ്ലി എൻഷുർ ചെയ്യുക. അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ എക്സാമിനേഷനിൽ നിന്ന് യു ആർ ഔട്ട്. യു കനോട്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ഓക്കെ,
പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് ലൈക്ക് ഒരു സെൽഫ് സ്റ്റഡി അല്ലാതെ ഒരു ക്ലാസിന്റെ സപ്പോർട്ടും കൂടെ, എസ്പെഷ്യലി ലൈക്ക് സ്ട്രീം 2 സ്ട്രീം 3 കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ്. ഓക്കെ, അവർക്ക് വർക്ക് ലൈഫ് ബാലൻസും കൂടെ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ക്ലാസ്സുകളും കൂടെ കേട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ടായിരിക്കും. പലർക്കും ചിലപ്പം ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ആയിരിക്കില്ല. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ടൈം ഇസ് ദി കീ പോയിന്റ് ഓവർ ഹിയർ. പിന്നെ അടുത്തത് വാക്കൻസിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം 11, 10, 10 ഇതാണ് അറ്റ് പ്രസന്റ് തന്നിട്ടുള്ള വാക്കൻസി എന്ന് പറയുന്നത്. ഇവിടെയും കഴിഞ്ഞ വർഷത്തെ KS എക്സാം ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വാക്കൻസി ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വാക്കൻസി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് KSന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. 35+35+35 അങ്ങനെ 105ഓളം വാക്കൻസികൾ ഉണ്ടായിരുന്നു. കറക്റ്റ് അത് തന്നെയാണ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ റിക്രൂട്ട്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീം 1 37 പോയിട്ടുണ്ട് എന്നുള്ളത് കാണാം. അതിന് കാരണം 2 പേരോളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിവിൽ സർവീസ് എക്സാമിനേഷൻ കിട്ടി അതിലേക്ക് പോയ സമയത്ത് അതിലേക്കാണ് ഈ പറയുന്ന 2 പേരെ എടുത്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 പേരെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ വർഷം ആസ് സച്ച് വാക്കൻസികൾ ഐഡന്റിഫൈ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ലൈക്ക് 3 വാക്കൻസീസ് മാത്രമാണ് സ്ട്രീം 1കൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ ടോട്ടലായിട്ട് ഡിഫറെന്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഫൈൻഡ് ഔട്ട് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം വാക്കൻസി എന്ന് പറയുന്നത് ഈ പ്രാവശ്യം എന്തല്ല, ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തതല്ല. ഇത് 2 കാര്യങ്ങൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന വാക്കൻസികൾ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതായത് ഇതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഗവൺമെന്റ് നിൽക്കണം എന്നില്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ എന്ത് ചെയ്യും, ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. രണ്ടാമത്തത്, അത്രത്തോളം വാക്കൻസി വരാത്തത് കൊണ്ട് തന്നെ എക്സാമിനേഷന്റെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 105 വാക്കൻസിയിലേക്ക് വേണ്ടിയിട്ട് പ്രിലിംസ് കഴിഞ്ഞിട്ട് എത്ര പേര് എടുത്തിട്ടുണ്ടോ അത്ര ആളുകളെ ഫോർ എക്സാമ്പിൾ ഒരു 35 വാക്കൻസി ഉള്ള പോസ്റ്റിലേക്ക് എടുക്കില്ല. സോ ഇവിടെ ഇതിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 4 ടൈംസ് എടുത്തിട്ടുണ്ട്, 40 ടൈംസ് എടുത്തിട്ടുണ്ടായിരുന്നു, 4,000. ഇവിടെ ഇതിന്റെ 40,000 എന്ന് പറയുന്ന സമയത്ത് 1,200 ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ, എല്ലാ സ്ട്രീം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും. അപ്പൊ ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും വരുന്ന സമയത്ത് പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ടെസ്റ്റ് സീരീസ് ബിക്കം സോ ഇമ്പോർട്ടന്റ് ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഫാക്ടേഴ്സ് ഫോർ ദ പ്രിലിംസ് എക്സാമിനേഷൻ. ഇനി ടെസ്റ്റ് സീരീസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആ കൂടെ ഉള്ളത് 3.5 മാസമാണ്. ഈ 3.5 മാസത്തിന്റെ ഇടയ്ക്ക് ഒരു 50 ടെസ്റ്റ് ഒന്നും നിങ്ങൾക്ക് പോയി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. 50 ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് 100 ഡേയ്സ് ഉള്ളത്. ഓരോ 2 ദിവസം പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. സോ ഒരു ഐഡിയൽ നമ്പർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ, അതുപോലെ ലോജിക്കൽ കൺസിഡറേഷൻ വരുന്ന സമയത്ത് 20 to 25. കാരണം once in 5 days you have to take a test. ഓക്കെ, സോ നമ്മൾ KS റാങ്കറിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 20 to 25 ടെസ്റ്റ് സീരീസ്. ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഇതിനു മുമ്പ് നമ്മുടെ മലയാളം മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ട് അതിന്റെ പേരിൽ KS എക്സാമിനേഷൻ നടത്താൻ പോകുന്നു എന്നൊരു വാർത്ത വന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 90 ടെസ്റ്റ് സീരീസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 പ്രിലിംസ് എക്സാമിനേഷനും 45 മെയിൻസ് എക്സാമിനേഷനും. കാരണം നമുക്ക് അവിടെ ഒരുപാട് ടൈം പീരീഡ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം സ്റ്റുഡൻസിന് ട്രെയിൻ ചെയ്യിക്കാം, കൂടുതൽ ടെസ്റ്റ് സീരീസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നൊരു കൺസിഡറേഷനിലാണ് നമ്മൾ ഇത്രത്തോളം ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്തത്. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് അത്രത്തോളം ടൈം ഇല്ല. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഒരു 90 ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് തന്നിട്ടും കാര്യമില്ല, യു വോണ്ട് ടേക്ക് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അതുപോലെ ക്ലാസ്സുകളും ഇതെല്ലാം കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദാറ്റ്സ് 100% ഷുവർ. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഐഡിയൽ ആയിട്ട് നിങ്ങൾ പോകേണ്ടത് 20 to 25 ടെസ്റ്റ് സീരീസ് ആയിരിക്കണം. അത്രയും ടെസ്റ്റ് സീരീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡിമാൻഡ് ഓഫ് ദി എക്സാമിനേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സാക്ട്ലി ഇത്രയും ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു മാസ്റ്റർ ഓരോ സബ്ജക്റ്റും ഞാൻ വളരെ തറവായിട്ട് പഠിക്കും എന്ന് പറയുന്ന ഒരു പിടിവാശി നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഈ KS എക്സാമിനേഷൻ ഒരു വില്ലനാണ്. ഓക്കെ, സോ മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജൈസ് ചെയ്തുകൊണ്ട് ഓരോ സബ്ജക്റ്റിലും ക്ലിയർ കൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കുക. എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് നോളജ് ബിൽഡ് ചെയ്തെടുക്കുക. ഇത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് എന്താ പറയുക, ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ ഇൻ ഡെപ്തിൽ അറിയണം എന്താണ് അവിടെ സംഭവിച്ചത്. അത്രത്തോളം ഡെപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. സം ടൈംസ് ഈ ഒരു എക്സാമിനേഷന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. നമുക്കറിയാം, ഈ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് മെത്തേഡ് ഓഫ് സ്റ്റഡി. ആ ഒരു രീതിയിലുള്ള പഠനവും നമ്മൾ എന്ത് ചെയ്യാറില്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് KS എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതായതുകൊണ്ടാണ് KS റാങ്കർ ഇവിടെ ചില സമയത്ത് ചില കാര്യങ്ങൾ ഈ ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡെപ്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ ചിലപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. വി ആർ ബീങ് ഹോണസ്റ്റ്. ഓക്കെ, സോ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിന്റെ കാര്യങ്ങളും കൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ലോജിക്കൽ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് നോക്കരുത്.
ഒരു സബ്ജക്റ്റിന് ഒരുപാട് റെഫറൻസ് ബുക്കുകളൊക്കെ വാങ്ങിയിട്ട്, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഹിസ്റ്ററിക്ക് UPSC പഠിക്കുന്ന പോലെ പൂനം ദലാൽ ദയ്യയുടെ ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിനുള്ള സമയം നിങ്ങൾക്കില്ല. ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ഹിസ്റ്ററി എന്നുള്ള ഒരു 5-10 ചോദ്യങ്ങൾ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്നാൽ അതിനെക്കാട്ടിയും ഹൈ yielding ആയിട്ടുള്ള പല ഏരിയയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, യു ഹാവ് ടു ഫോക്കസ് ഓൺ എക്സാം ഡിമാൻഡ് ഓറിയന്റഡ് സ്റ്റഡി. ഓക്കെ, എക്സാമിന് എന്താണോ ഡിമാൻഡ് ആയിട്ടുള്ളത് അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പ്രിലിംസ് എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷന്റെയും സിലബസ് സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് KS എക്സാമിനേഷനെ സംബന്ധിച്ചിട്ട്. അപ്പൊ നമ്മൾ KS റാങ്കറിൽ ഒരു വെൽ തോട്ട് ഔട്ട് സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പൊ KS റാങ്കറിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സെപ്റ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പൊ നമുക്കറിയാം പ്രിലിംസ് എക്സാമിനേഷന് മാത്രമാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, റെലവെന്റ് ആയിട്ട് വരുന്നത്. ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളം ഗ്രാമർ വരുന്നുണ്ട്. അപ്പൊ മലയാളം ഗ്രാമർ ഒക്കെ KSന്റെ കഴിഞ്ഞ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സാധാരണ PSC എക്സാമിനേഷനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഈവൻ ഇംഗ്ലീഷിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് ആസ് സച്ച് നമുക്ക് അവിടെ ഒരു പഠനം അല്ലെങ്കിൽ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലെവൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഏരിയസും ടച്ച് ചെയ്തുകൊണ്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതല്ല ഒരു ബേസിക് നോളജ് ഒക്കെ ഉള്ള ആളാണ്. ഇപ്പൊ മലയാളത്തിലെ ഒരു പാരഗ്രാഫ് ചെന്നിട്ട് അതിൽ നിന്നുള്ള ആൻസേഴ്സ് എഴുതാനായിരുന്നു 5 ചോദ്യം എന്ന് പറയുന്നത്. അത് വളരെ വളരെ ഈസി ആയിരുന്നു. ഈ 5 ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരാൾ പിന്നെ KS എക്സാം എഴുതാൻ നിൽക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അത്രത്തോളം ഈസി ആയിട്ടായിരുന്നു. സോ സെയിം പാറ്റേണിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്കമിങ് KS എക്സാമിനേഷനിലും എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പം കൂടുതൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നിരുന്നാലും ഇത് ഓൾറെഡി നമുക്ക് കുറച്ചൊരു ടു സം എക്സ്റ്റെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ട് 100 ഡേയ്സ് ആണ്. ഈ 100 ഡേയ്സിലെ 2 to 3 അവേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി KS റാങ്കറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളുടെ മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 300 അവേഴ്സ് ആണ്. സോ അതും എവറി ഡേ വി വിൽ ബി പ്രൊവൈഡിങ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സിസ്റ്റം റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 2 ആഴ്ച കൂടുന്ന സമയത്തൊക്കെ ലൈക്ക് 1 ഡേ ബ്രേക്ക് ഉണ്ടായിരിക്കും. സോ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്ക് 250 അവേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ അവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യൂസും ഇല്ല. ഓക്കെ, സോ 250 അവേഴ്സ് ഇസ് ഇനഫ്. ബട്ട് അതെന്തായിരിക്കണം, ടു ദ സ്പെസിഫിക് ഡിമാൻഡ് ഓഫ് ദി എക്സാമിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ ക്വാളിറ്റി ആയിട്ട് വളരെ കണ്ടന്റ് ആയിട്ട് ഒരുപാട് വലിച്ചു നീട്ടലുകളൊന്നും ഇല്ലാതെ അങ്ങനത്തെ ക്ലാസ്സുകളാണ് എന്നുണ്ടെങ്കിൽ 250 അവേഴ്സ് ഇസ് ഇനഫ് ടു ക്ലിയർ ദ പ്രിലിംസ് എക്സാമിനേഷൻ. ഞാൻ പറഞ്ഞത് KSന്റെ എൻറ്റയർ സിലബസ് ലൈക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 250 അവേഴ്സ് ഇനഫ് ആണ് എന്നല്ല, അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് ഇനഫ്. നമുക്കറിയാം ഇപ്പൊ തന്നെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 2 ഏരിയസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ റാഷണാലിറ്റി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് ഒരു റീസണും കൂടെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ ഏരിയാസിലും ലൈക്ക് പ്രിലിംസ് പ്ലസ് മെയിൻസിൽ വരുന്നതാണ്, എക്സെപ്റ്റ് ഈ പറയുന്ന മാത്സ് ആൻഡ് റീസണിങ്. ബാക്കി എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി പ്രിലിംസ് ആൻഡ് മെയിൻസിലേക്ക് വരുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് മാത്സ് ആൻഡ് റീസണിങ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഓൾമോസ്റ്റ് 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വർഷത്തെ ലൈക്ക് കീ പ്ലെയർ അല്ലെങ്കിൽ കിങ് മേക്കർ എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിനേഷൻ ആണ്. ഹു ഈസ് ഗോയിങ് ടു ക്ലിയർ ദ പ്രിലിംസ് എക്സാമിനേഷൻ, ഹി ഈസ് ഇൻ ടു ദി KS എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ വർഷം നമുക്ക് അറൈസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മാത്സ് ആൻഡ് റീസണിങ് നമുക്ക് ആസ് സച്ച് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നല്ല. സോ ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾക്ക് ടു സം എക്സ്റ്റെൻഡ് നിങ്ങൾക്ക് ഒരു സെന്റൻസ് അതിൽ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി വായിക്കുന്ന സമയത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് അവിടെ എഴുതാം. ബട്ട് മാത്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവിങ് അതുപോലെ റീസണിങ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പലരും ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അവരെയും കൂടെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഡെഫിനറ്റ്ലി സ്ട്രീം 1, 2, 3 ഈ പറയുന്ന 3 കാറ്റഗറീസിനും കൂടെ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് അഡ്വാൻസ് ലെവലിലേക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ തുടങ്ങുന്നത് തന്നെ അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, കാരണം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ 250 മണിക്കൂറിൽ ക്വാളിറ്റി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ഫണ്ടമെന്റൽസിൽ വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടു സം എക്സ്റ്റെന്റ് ചില അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യണം. അവിടേക്ക് നമ്മൾ പോലും ഇല്ല. ഓക്കെ, അതായത് പല PSC ക്ലാസ്സുകളിൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വരുന്ന പോലെ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവർക്കും ഒരു സം ബേസിക് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടായിരിക്കും. അത് തന്നെ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട്ഫുൾ അല്ലാത്ത രീതിയിലേക്ക് ആ ക്ലാസ്സുകൾ മാറും എന്ന് നമുക്കും അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്കും അറിയാവുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ എക്സാമിനേഷന്റെ ഡിമാൻഡ് റെലവൻസ്
അപ്പം ഒരു കാര്യം എല്ലാവർക്കും ഇത് പോയിട്ട് ക്ലിയർ ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഒരു പ്രോമിസ് ഒന്നും അല്ല നമ്മൾ കൊടുക്കുന്നത്. അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് ആൾസോ ലക്ക് ഫാക്ടേഴ്സ് ആൾസോ ദിയർ. ഓക്കെ, ആ ഒരു ലക്ക് ഫാക്ടറും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഭാഗ്യത്തിനെ ഓവർകം ചെയ്യുന്ന രൂപത്തിൽ ഹാർഡ് വർക്ക് വേണം. അപ്പൊ നമുക്കറിയാമല്ലോ, ലൈക്ക് ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് എന്നാണ്. അപ്പൊ ടാലന്റ് മാത്രം ഒരാൾക്ക് ഉണ്ട് എന്നതുകൊണ്ട് അയാൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇഫ് യു റെഡി ടു ഹാർഡ് വർക്ക് യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, സോ അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ സ്ട്രീം 1, 2, 3 കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം ഒരുപാട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസ്കഷനിലേക്ക് പോവില്ല. എക്സെപ്റ്റ് മാത്സ് ആൻഡ് റീസണിങ് ഡെഫിനറ്റ്ലി നമ്മൾ ഫൗണ്ടേഷനിലേക്ക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസും കൂടെ ഡിസ്കസ് ചെയ്യും. കാരണം ഫണ്ടമെന്റൽസിലാണ് എൻറ്റയർ മാത്സ് സിസ്റ്റം ബിൽഡ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഡിസ്കസ് ചെയ്യും. ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ലൈക്ക് ട്രാവൻകൂർ റൂളേഴ്സ് എന്ന് പറയുന്ന സമയത്ത് റൂളേഴ്സിന് വെച്ചിട്ട് അവരുടെ ലൈക്ക് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള റീഫോംസ് കാര്യങ്ങൾ നമ്മുടെ എൻറ്റയർ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കൾച്ചറിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഇമ്പാക്ട് ഈ രൂപത്തിലായിരിക്കും പോകുന്നത്. ഓക്കെ, അവരുടെ ഒരുപാട് ലൈക്ക് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് മാർത്താണ്ഡവർമ്മ കോണ്ടക്സ്റ്റിൽ നമ്മൾ പറയും എന്നാണ് അധികാരത്തിലേക്ക് വന്നത്, അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്ന പ്രോസസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ലൈക്ക് ഹിരണ്യഗർഭം. സോ ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലാനൊന്നുമില്ല. ബട്ട് ഓവറോൾ ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്ടീവ്സിൽ പ്രിലിംസ് എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ചെയ്യും എന്നല്ല, ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നോട്ട്സിന്റെ രൂപത്തിലായിരിക്കും. ഓക്കെ, സോ ഓൾ ഇൻ ഓൾ നിങ്ങൾക്ക് ഒരു കാര്യം മിസ്സാവാത്ത രൂപത്തിൽ ബേസിക്സ്, ഫണ്ടമെന്റൽസ്, അഡ്വാൻസ് ഇതെല്ലാം കവർ ചെയ്യണം. ഈ രൂപത്തിൽ തന്നെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ക്ലാസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വളരെ സ്പെസിഫിക് ആയിട്ട് തരുന്നത്. അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളാണ് കവർ ചെയ്ത് പോകുന്നത്. ഇതിൽ കവർ ചെയ്യാത്ത ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അത് എന്തുകൊണ്ട് എന്നുള്ള ലോജിക്കൽ ആയിട്ടുള്ള റീസണിംഗ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോട്ടൽ ഹവേഴ്സ് ഇവിടെ ഉള്ള ഓരോ സബ്ജക്റ്റിൽ നിന്നും അത് കുറയ്ക്കേണ്ടി വരും. ബട്ട് ഈ സബ്ജക്റ്റുകളാണ് മോസ്റ്റ് ഹൈ റീഡിംഗ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ കേരള മൊഡ്യൂൾ, കേരള ഹിസ്റ്ററി, കൾച്ചർ, എക്കണോമി, ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ഏരിയ വരുന്നുണ്ട്. ദെൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഹിസ്റ്ററി സെക്ഷൻ എന്ന് പറയുന്നത് മോഡേൺ ഹിസ്റ്ററി, ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, അതുപോലെ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. ഇത് മെയിൻസ് എക്സാമിനേഷന് ഈ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് മെയിൻസ് എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയയിലേക്ക്. പ്രിലിംസ് എക്സാമിനേഷൻ അത്രത്തോളം എന്തല്ല റെലവെന്റ് അല്ല. ഇതിനടുത്തത് പൊളിറ്റി ആൻഡ് ഗവർണൻസിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, സോ പൊളിറ്റി ആൻഡ് ഗവർണൻസ് വരുന്നുണ്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവറോൺമെന്റ് വരുന്നുണ്ട്. ദെൻ ലൈക്ക് എക്കണോമി വരുന്നുണ്ട്. സോ ഇതൊക്കെ ലൈക്ക് ഹൈ ഈൽഡിംഗ് ഏരിയാസ് ആണ്. അവിടെ നമുക്ക് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. ഓക്കെ, ഇതിനടുത്തത് നമ്മുടെ അവർ ഗോൾ, ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് മാർച്ച് 7 നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ക്ലാസ്സുകൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ ഇപ്പം ലൈക്ക് നമുക്ക് ഡിഫറെന്റ് ലൈക്ക് മീഡിയംസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ലൈവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ ഓഫ്ലൈനിൽ പ്രൊവൈഡ് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. ഈ റെക്കോർഡഡ് ക്ലാസ്സസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ലൈക്ക് നമുക്ക് ഓൾറെഡി പഴയ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാം. സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ബട്ട് ഈ പറയുന്ന എക്സാമിനേഷന്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഡിമാൻഡ്, ടൈം ഡ്യൂറേഷൻ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ലൈവ് ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറിന്റെ ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ 2 hours to 2.5 hours ആയിരിക്കും പ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്നത്. കാരണം എല്ലാവരും എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം, ലൈക്ക് ദെൻ ഫാക്കൽറ്റീസ് ജോയിൻ ചെയ്യണം. പിന്നെ അങ്ങനത്തെ ഒരുപാട് ഡ്യൂറേഷൻസ് വരുന്നുണ്ട്, വെയിറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, ക്ലാസ്സിനെ ഇമ്പാക്ട് ചെയ്യും. സോ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് മാക്സിമം കിട്ടുക 2 hours അല്ലെങ്കിൽ ചിലപ്പോൾ 2.5 hours ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഡൗട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ വരുന്നുണ്ടായിരിക്കും, ഇന്ററാക്ഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് സമയം. ഇപ്പൊ 2 hours ആയിരിക്കും വരുന്നത്. ഓഫ്ലൈനിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ട്രാവലിംഗ്, പിന്നെ എല്ലാവർക്കും അഫോർഡ്, ലൈക്ക് എൻറ്റയർ കേരളത്തിലുള്ള ആളുകൾ നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് ഓഫ്ലൈനും ഒരു വയബിൾ ഓപ്ഷൻ അല്ല. ഇനി റെക്കോർഡഡ് ക്ലാസ്സുകളിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇപ്പൊ നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 3 മണിക്കൂറിന്റെ ക്ലാസ് ആണ് എന്നുണ്ടെങ്കിലും അത് നിങ്ങൾ 1.5 സ്പീഡിൽ ഇട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ടൈം കൺസ്ട്രെയിനെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത് റെക്കോർഡഡ് ക്ലാസ് സെഷനിലാണ്. ഓക്കെ, പക്ഷെ റെക്കോർഡഡ് ക്ലാസ് സെഷനിൽ പഴയ ക്ലാസ് റെക്കോർഡിങ്സ് ആയിരിക്കില്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇപ്പം ഓൾറെഡി ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് പഴയതായിട്ടുള്ള ക്ലാസ്സുകളുടെ ബേസിക് സാധനങ്ങൾക്ക് നമ്മൾ ആസ് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അത് ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി ആ റെക്കോർഡഡ് ക്ലാസ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ,
ബട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പുതിയ റെക്കോർഡിങ്സ് നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇന്ന് മുതൽ തന്നെ നമ്മുടെ റെക്കോർഡിംഗ് സെഷൻസ് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പലതും എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫാക്കൽറ്റി ഇതുപോലെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും കൺസ്ട്രെയിൻസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സെഷൻസ് എന്തായിരിക്കും, സൂമിന്റെ റെക്കോർഡിങ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാക്കൽറ്റീസിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് സൂം റെക്കോർഡിങ്സ് എടുത്തിട്ട് അത് ലൈക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ സമയനഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ ലൈവ് ക്ലാസ്സസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഒക്കെ ആകുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം റെക്കോർഡഡ് ആകുന്ന സമയത്ത് ഇത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കൺസേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ബട്ട് അതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ ഡൗട്ട് വരുന്നത് അപ്പം അത് റിസോൾവ് ചെയ്യാനുള്ള മെക്കാനിസം കൂടെ നമ്മൾ ആപ്പിലും വെബ്സൈറ്റിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രത്തോളം ടെക്നിക്കലി വി ആർ കോമ്പീറ്റന്റ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് കഴിയുന്ന സമയത്ത് മനസ്സിലാവും. ഇനി അടുത്തത് ജൂൺ 5 കൂടിയിട്ട് എൻറ്റയർ സിലബസ്, മേജർ സിലബസ്, ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും സബ്ജക്റ്റുകളുടെ സിലബസ് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു 9-10 ദിവസമെങ്കിലും നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് വേണം. ഓക്കെ, ഒന്ന് കൂളായിട്ട് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കി ഒരു കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരുപാട് ഗ്യാപ്പ് തരണം എന്നുണ്ട്. പക്ഷേ അത്രയും ഗ്യാപ്പ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റുകൾ മുഴുവൻ ലൈക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം വി കനോട്ട് കോംപ്രമൈസ് ഓൺ വാട്ട് വി ആർ പ്രോമിസിങ്. നമ്മൾ പ്രോമിസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഏരിയയിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ടിൽ ദ എൻഡ് ഈഫ് പോസിബിൾ ലൈക്ക് ജൂൺ 13th വരെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം ജൂൺ 5 കൂടിയിട്ട് എല്ലാം കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കരുത്. ചിലപ്പോൾ നമുക്കൊരു റിവിഷൻ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി 5 ശേഷം വീണ്ടും ആഡ് ചെയ്യും. ബിക്കോസ് വി വാണ്ട് ദ റിസൾട്ട്. ഞങ്ങൾക്ക് റിസൾട്ട് ക്ലെയിം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം വി വിൽ ലൈക്ക് ട്രൈ. ജൂൺ 5 കൂട്ടിയിട്ട് സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നീട് റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അത് അറ്റൻഡ് ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, സെൽഫ് റിവിഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഓക്കെ, ഇതിനടുത്തത് റിവിഷൻ ആൻഡ് ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി സെഷൻസ്. അത് ജൂൺ 20 മുതൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യും എന്നൊരു പോസിബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി തന്നെ ഒരു റിവിഷനും അതുപോലെ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി സെഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡെയിലി ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ വൺസ് ഇൻ എ 2 days ഓക്കെ, 2 ദിവസം കൂടുന്ന സമയത്ത് നമ്മൾ ആൻസർ റൈറ്റിംഗ് ഒക്കെ ആയിട്ട് ലൈവ് ആയിട്ട് തന്നെ ലൈവ് മെന്റഡ് ആൻസർ റൈറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിൻസ് ടെസ്റ്റ് സീരീസ് ജൂലൈ 20 ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. യെസ്, ഐ വിൽ ക്ലിയർ. ഞാൻ നേരത്തെ പറഞ്ഞു വിത്തിൻ 2 months എന്ത് ചെയ്യണം, റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് ഇന്റർവ്യൂയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവില്ല. 1 month എന്ന് പറയുന്നത് തന്നെ മോർ ദാൻ ഇനഫ് ആയിരിക്കും. സോ ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രിലിംസ് എക്സാമിനേഷന്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി വി ആർ എക്സ്പെക്ടിങ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ 20 എന്നുള്ളത് എന്നാണോ മെയിൻസ് എക്സാം റിസൾട്ട് വരുന്നത്, സോറി പ്രിലിംസ് എക്സാം റിസൾട്ട് വരുന്നത്, അന്ന് മുതൽ മെയിൻസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വിത്തിൻ നെക്സ്റ്റ് 2 days ഇത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ചിലര് പ്രിലിംസ് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് മെയിൻസ് ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വിത്തിൻ 2 days ഓഫ് ദി പ്രിലിംസ് എക്സാമിനേഷൻ നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നതായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ എൻറ്റിയർ കോഴ്സ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഓരോ ഡേറ്റും കാര്യങ്ങളും PS എങ്ങനെയാണോ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് തന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആപ്പില് ക്ലാസ് കാണണം എന്നുള്ളവർക്ക് ആപ്പിൽ എന്ത് ചെയ്യാൻ കാണാം. ഇനി അതല്ല ലാപ്ടോപ്പിൽ കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ എന്താ പറയുക ഓൾ കേരള റാങ്കിങ് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ലൈവ് റാങ്കിങ്ങും അതുപോലെ തന്നെ എന്തായിരിക്കും ലൈക്ക് ഓവർ ദ ടൈം. ഇപ്പം സ്റ്റുഡൻസ് ഡിഫറെന്റ് ടൈമിലായിരിക്കും ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓവർ ദ ടൈം എന്നുള്ള റാങ്കിങ്ങുകൾ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒരു കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സെഷൻസ് ഫോർ മാർക്ക് എൻഹാൻസ്മെന്റ്. ഇപ്പൊ പ്രിലിംസ് എക്സാമിനേഷൻ ആണെങ്കിലും ചില സ്ട്രാറ്റജി സെഷൻസ് ഉണ്ട്. ഇപ്പൊ UPSC ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടാക്ടിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് yielding ആയിട്ടുള്ള ചില ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഏരിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ട്രാറ്റജി സെഷൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ ക്ലാസ് അവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് എക്സ്ട്രാ ആയിട്ട് അല്ലാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഈസി റിവിഷൻ നോട്ട്സ് ആൻഡ് കോംപ്രിഹെൻസീവ്, ലൈക്ക് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് ഓഫ് ദ ടൈം ബുള്ളറ്റ് പോയിന്റ്സിൽ ആ ക്ലാസ്സുകൾ എന്താണോ അത് പ്ലസ് അഡീഷണൽ ആയിട്ട് വരുന്ന നോട്ട്സുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡഡ് ക്ലാസ്സസ് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ദർ വിൽ ബി മെന്റേഴ്സ് ഫോർ ദ ഡൗട്ട് റിസോൾവിംഗ്. പക്ഷെ അവര് നിങ്ങൾക്ക് ഓവർ ദ ഫോൺ കോൾ ആയിരിക്കില്ല, ഇറ്റ് ഇസ് ത്രൂ ദി ആപ്പ് അല്ലെങ്കിൽ ത്രൂ ദ വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളിപ്പം ഇപ്പൊ ഈ പറയുന്ന KS മാസ്റ്റർ കോഴ്സ് ഇതാണ് നമ്മുടെ
കംപ്ലീറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഇന്ത്യൻ എക്കണോമി, അതുപോലെ തന്നെ ജോഗ്രഫി, മാത്സ് ആൻഡ് റീസണിങ്, വേൾഡ് ഹിസ്റ്ററി, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇവിടെ എന്തുണ്ടായിരിക്കും, ലൈക്ക് ഇവിടെ ഫസ്റ്റ് ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, രണ്ടാമത്തത് ലൈബ്രറി ഉണ്ടായിരിക്കും, മൂന്നാമത്തത് ലൈക്ക് കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഈ ലൈബ്രറി എന്ന് പറയുന്ന ഈ ഒരു സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിൽ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ ഓരോ ദിവസം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സബ്ജക്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓരോ ദിവസം നമ്മൾ അതിലേക്ക് ക്ലാസ്സുകൾ ആഡ് ചെയ്യും. ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ സബ്ജക്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് അതാത് ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു വീഡിയോ ഓപ്പൺ ആക്കാന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തേതായിരുന്നു, കഴിഞ്ഞ വർഷം നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം. ലൈക്ക് റിനൗണ്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരുന്നു, റിനോ മാം, അതുപോലെ തന്നെ അസീം അക്രം സർ, അക്ഷയ് ഷാജി. സോ ഇവരൊക്കെയായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ ലീഡ് ചെയ്തിരുന്നത്. നന്ദു എസ് കോപൻ, ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ തന്നെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഫാക്കൽറ്റീസ് അറ്റ് പ്രസന്റ് അവൈലബിൾ അല്ല. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. സോ നൗ ദേ ഹാവ് ജോയിൻ ലൈക്ക് സൈലം. ഓക്കെ, സോ അതുകൊണ്ട് അവർക്ക് പുറത്ത് ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല. സോ അങ്ങനെ ഇരുന്നാൽ പോലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് UPSC ഫീൽഡിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, കോംപ്രമൈസ് ലൈക്ക് ഒരു കാര്യത്തിനും കൺസേൺ ആവേണ്ടതില്ല. സോ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സാധാരണ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ ഇവിടെ എന്തായിരിക്കും, നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫാക്കൽറ്റീസ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും, വീഡിയോ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ താഴത്ത്, തൊട്ട് താഴത്ത് തന്നെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ടായിരിക്കും. അതായത് ക്ലാസ്സിൽ എന്താണോ പറയുന്നത് അതിനേക്കാളും കൂടുതലായിട്ടുള്ള നോട്ട്സ് ഇവിടെ ഉണ്ടായിരിക്കും. അതായത് ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ട്, ഇത് റീഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് പോകരുത്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, മാക്സിമം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് 250 ഹവേഴ്സിന്റെ ക്ലാസ് ആണ്. അത് കൺസ്ട്രൻസ് ഉണ്ട്. അപ്പൊ ഡെയിലി നമുക്ക് ഒരു 5 മണിക്കൂറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ടെസ്റ്റ് സീരീസ് എടുക്കണം, നോട്ട്സ് പഠിക്കണം, അത് റിവൈസ് ചെയ്യണം. ഇതെല്ലാം കൂടെ നടക്കില്ല. ഓക്കെ, സോ നമുക്ക് സ്ട്രീം 2 and 3 കാറ്റഗറി വർക്കിംഗ് പ്രൊഫഷണൽസിനും കൂടെ കൺസിഡർ ചെയ്യണം. ഒരു ഐഡിയൽ എന്ന് പറയുന്നത് 250 ഹവേഴ്സിന്റെ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിന് പിന്നിലെ റാഷണൽ എന്ന് പറയുന്നത്, യുക്തി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന നോട്ട്സിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സം മോഡൽ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും. ഇത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് മെയിൻസ് അതുപോലെ തന്നെ പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതും കൂടെ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. അപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് ഈ ഡിസ്കഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതിന് നമുക്ക് ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ഉണ്ട്. ഈ ഒരു സബ്ജക്ട് ജോഗ്രഫിയുടെ ക്ലാസ് ആണ്. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് നിങ്ങൾ ഇവിടെ ചോദിക്കാം. ആ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇതിന് റിപ്ലൈ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ആപ്പിൽ കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് ഇപ്പോൾ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 100 സ്റ്റുഡൻസ് നമ്മളേത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് 1 to 1.5 മിനിറ്റ്സ് നമുക്ക് ടൈം എടുക്കും. ഇങ്ങനെ ഒരു ക്ലാസ്സിലെ 2 ഡൗട്ട്സോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2 to 3 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്ലാസ്സിനും സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഏറ്റവും ചുരുങ്ങിയത്. അപ്പം 100 സ്റ്റുഡൻസിന്റെ 2 to 3 മിനിറ്റ്സ് പോവാന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 200 മിനിറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 3 hours ആണ്. ഓക്കെ, അപ്പം അത്രയും സ്റ്റുഡൻസിന്റെ കളക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ അത്രത്തോളം സമയമാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള മറ്റൊരാൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇവിടെ ചോദിക്കാം. ആ ഡൗട്ട് ബാക്കിയുള്ള ആളുകൾക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും, അവർക്കും അതിന്റെ ആൻസേഴ്സ് കിട്ടും. ബാക്കിയുള്ള ചോദിക്കുന്ന ഡൗട്ട് നിങ്ങൾക്ക് ലൈക്ക് ആ ഡൗട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായത് ഒരുപാട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. ഒരു ഡൗട്ട് അല്ല, ഒരുപാട് ഡൗട്ട്സ്. ഇപ്പൊ ലൈവ് ക്ലാസ് ആണെങ്കിൽ പോലും 1-2 ഡൗട്ട്സ് ആയിരിക്കും. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം, അതെല്ലാത്തിനുള്ള ആൻസർ കിട്ടും. മറ്റുള്ളവർ ചോദിക്കുന്ന ഡൗട്ട്സ് ഓക്കെ ഇങ്ങനെയെല്ലാം പോസിബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം എന്ന് ചിന്തിച്ചിട്ട് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ. സോ ദിസ് ഇസ് ദ ബെസ്റ്റ്. നമുക്ക് ടെക്നോളജിക്കലി നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് നോക്കിയ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷനിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എൻറ്റയർ ആപ്പിനും അതുപോലെ തന്നെ വെബ്സൈറ്റിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റി സെഷൻസ് ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതേപോലെ തന്നെ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഇപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് ആപ്പിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിനും ഇതേപോലെ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും, ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ലൈക്ക് പ്രിലിംസ് മെയിൻസ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടേക്ക് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ പോസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് അതിന് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റൻ ആൻഡ് ആൻസർ എന്ന് പറയുന്നത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അതല്ലാത്ത ബാക്കി ഡിസ്കഷൻസ്, ഇപ്പൊ ക്ലാസ്സിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ, സോ ഇമീഡിയറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്,
ബട്ട് അതിന് എന്തെങ്കിലും സജഷൻ നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റെക്കോർഡിംഗ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിനാ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ദെൻ ലൈക്ക് നമ്മൾ തരുന്ന എന്തെങ്കിലും അനൗൺസ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലും അനൗൺസ്മെന്റ് ആ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ തരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാത് സബ്ജക്റ്റുകളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ആയി പോകും എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. സോ ഇതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് ആപ്പിലെ നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി വെബ്സൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കേസ് റാങ്കർ എന്നുള്ളത് സെർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. സോ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈ ഡാഷ്ബോർഡ് എന്ന് കാണാം. ഓക്കെ, സോ അങ്ങനെ മൈ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ മൈ ഡാഷ്ബോർഡ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എത്തുന്നത് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ഇവിടെ ലൈബ്രറി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇതിൽ KS മാസ്റ്റർ കോഴ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ KS മാസ്റ്റർ കോഴ്സിന് മാത്രമാണ് ജോയിൻ ചെയ്തതെങ്കിൽ അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിലെ ഒരു സബ്ജക്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ജോഗ്രഫിയുടെ ക്ലാസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ അവിടെ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈക്ക് വലിയ സ്ക്രീനിലേക്ക് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെസ്ക്ടോപ്പിൽ മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സ്പീഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു 1.5 നിങ്ങൾക്ക് ഇട്ട് കാണുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൾസോ ഫൈൻ. നിങ്ങൾക്ക് സമയം ഒരുപാട് സേവിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യും, പറ്റും. ഇനി ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഈ ഒരു ആരോ കിടക്കുന്നത് ടോപ്പിലല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങൾക്ക് ഇനി താഴത്തേക്ക് എന്തെങ്കിലും സ്ക്രോൾ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ ആപ്പിൽ കാണിച്ചു തന്നതുപോലെയുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഇതിന്റെ താഴെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിസ്കഷൻ ഉള്ള കാര്യം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് ഇതിന്റെ വീഡിയോയുടെ താഴത്തേക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്തരത്തില് ആപ്പിലായാലും അതുപോലെ തന്നെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആപ്പ് മൊബൈലിലെ ചെറിയ സ്ക്രീനിൽ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ക്ലാസ്സുകളും എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിസ്കഷൻ ആ ഒരു പോസിബിലിറ്റീസ് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് വി ഹാവ് കവേർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു KS എക്സാമിനേഷന് വേണ്ട 100% കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ചില ഡിമാൻഡ്സ് ഉണ്ടായിരിക്കും. എല്ലാം കൂടെ നമുക്ക് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാലും മാക്സിമം നിങ്ങളുടെ ഡിമാൻഡ്സ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിക്കൽ സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ക്ലാസിന്റെ ക്വാളിറ്റിയിലും ഞങ്ങൾക്ക് അത് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് ഡീറ്റെയിൽസ് അതുപോലെ എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വേണ്ടത്. ഇനി KS ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് KS മാസ്റ്റർ കോഴ്സ് ആണ്. ഇതിന്റെ കംപ്ലീറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഒഴികെ ഇപ്പൊ നമ്മൾ എന്ത് കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് ആൻഡ് മലയാളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് വി ഓപ്പൺലി ഡിക്ലെയർ. അതിനുള്ള റീസൺസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഫാക്കൽറ്റി ഹയർ ചെയ്യുന്നതിന് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ലൈക്ക് ഒരു നഷ്ടവും നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ടോട്ടൽ എക്സ്പെൻസിന്റെ നഷ്ടമൊന്നും വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ബട്ട് അത് സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തിട്ടാണ്. നമ്മൾ ഇംഗ്ലീഷും മലയാളം കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി മറ്റ് സബ്ജക്റ്റ് എന്നുള്ള ഒരു ഓൾമോസ്റ്റ് 2-3 hours എല്ലാ സബ്ജക്റ്റിനും എടുത്തിട്ടായിരിക്കും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫാക്കൽറ്റിക്ക് കൊടുക്കുന്നത് ഈ ഒരു സബ്ജക്ട് ഫാക്കൽറ്റിക്ക് കൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ബട്ട് സ്റ്റുഡൻസിന് കിട്ടേണ്ട കോർ സബ്ജക്റ്റിൽ അത് കോംപ്രമൈസ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോവാത്തത്. പിന്നെ അടുത്തത് കേരള മോഡ്യൂൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ പ്രിലിംസ് ആൻഡ് മെയിൻസ് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ട്സ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡിജിറ്റൽ നോട്ട്സ് ഉണ്ട്. ഓക്കെ, സോ ആപ്പിലൂടെയും അതുപോലെ തന്നെ ലൈക്ക് വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, KSന്റെ ഡിജിറ്റൽ നോട്ട്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ഇത് ലിമിറ്റഡ് ആയിരിക്കും. ഫ്രീ ആയിട്ടുള്ളതിൽ എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ഈ നോട്ട്സ് ഈ കോഴ്സസിൽ അതായത് KS മാസ്റ്റർ കോഴ്സിലുള്ള ആളുകൾക്കായിരിക്കും കംപ്ലീറ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എല്ലാ സബ്ജക്റ്റിന്റെയും നോട്ട്സ് അവിടെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് അല്ലാത്തവർക്ക് സാമ്പിൾ ആയിട്ടുള്ള നോട്ട്സുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ ഇങ്ങനെ 4 കാര്യങ്ങളായിട്ടാണ് നമ്മുടെ എൻറ്റയർ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി KS മാസ്റ്റർ കോഴ്സിന്റെ അറ്റ് പ്രസന്റ് നമ്മുടെ ഫീ ഫിക്സ് ചെയ്തിരിക്കുന്നത് 11,000 ആണ്. നമുക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യാം 10,999. സോ അങ്ങനെയൊന്നും വേണ്ട. ലൈക്ക് എക്സാക്ട്ലി 9,000 എന്ന് പറയുന്ന ആ ഒരു ഫിഗർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. കാരണം ഡെഫിനറ്റ്ലി നമുക്ക് അതിലും ചീപ്പായിട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് ദ ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ നാളെ അത് നമ്മുടെ ഗുഡ് വില്ലിനെ ബാധിക്കും. നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് അവർ ഒരുപാട് ഫീസ് വാങ്ങി ബട്ട് അതിനുള്ള ഒരു കണ്ടന്റ് അവർ പ്രൊവൈഡ് ചെയ്തില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യും, നാളെ നമ്മളെ കുറിച്ച് പറയുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി നമ്മളെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല കണ്ടന്റ് ടീമിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തും വരുന്നുണ്ട്, നല്ല ഫാക്കൽറ്റീസ് ആവശ്യമുണ്ട്. സോ ബെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടു സം എക്സ്റ്റെന്റ് അപ്പം
നമ്മൾ എല്ലാത്തിനെയും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, ഇപ്പൊ ഓൺലൈനിൽ എല്ലാവരും കൂടെ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റും കൂടെ നമ്മൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 11,000 ആണ് നമ്മൾ കോഴ്സിന്റെ ഇപ്പോഴത്തത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഒരു ഏർലി ബേർഡ് ഓഫർ നമ്മൾ ചിലപ്പം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത് ഇനീഷ്യൽ ആയിട്ട് വരുന്ന അറ്റ് മാക്സിമം ഒരു 50 സ്റ്റുഡൻസിനൊക്കെ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ 50 പേർക്ക് ഉണ്ടാവില്ല, 30 പേർക്കായിട്ട് ചിലപ്പോൾ അത് കുറഞ്ഞേക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് കൂപ്പണ് ചിലപ്പോൾ നിങ്ങൾ ഇപ്പം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ ആ ഒരു കൂപ്പൺ കോഡ് കൊടുക്കാം. സോ ഇമ്മീഡിയറ്റ്ലി ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ബട്ട് നമുക്ക് ഈ 11,000 എന്ന് പറഞ്ഞതിൽ കുറഞ്ഞിട്ട് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 2,000 3,000 ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ അതാണ് നമ്മൾ നോക്കുക. പക്ഷെ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രത്തോളം കുറയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം. പിന്നെ ആ 2,000 അല്ലെങ്കിൽ 3,000 നിങ്ങൾ കൊടുക്കുന്നത് പോലും വേസ്റ്റ് ആയിരിക്കും. ലൈക്ക് ഒരു 5,000 നമുക്ക് എന്ത് ചെയ്യാം, 5,999 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് റൺ ചെയ്യാം. പക്ഷെ അതിൽ പല സബ്ജക്റ്റുകളും ഉണ്ടാവില്ല. ചിലപ്പോൾ ലൈക്ക് പല സബ്ജക്റ്റിലും 4 ഏരിയാസിലേക്ക് എത്തിയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫാക്കൽറ്റീസിന്റെ അടുത്ത് നമ്മുടെ ഡിമാൻഡ് പറയുന്നുണ്ട്, ഇന്ത്യൻ ഏരിയാസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് അതിൻ്റെതായിട്ടുള്ള റെമ്യൂണറേഷൻ കാര്യങ്ങൾ കൊടുക്കണം. കണ്ടന്റ് ടീമിനെ കൊണ്ട് നിങ്ങൾ ഇത്രത്തോളം സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് തരണമെന്ന് പറയുന്നുണ്ട്. വി ആർ ഗിവിംഗ് ദ ഡയറക്ഷൻ. അതിനനുസരിച്ചുള്ള സാധനം കണ്ടന്റ് ടീമിന് അവർക്ക് നമുക്ക് ലൈക്ക് ഒരു ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ അവർക്കും കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ ഒരാളെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കോഴ്സ് ഫീ ഇതാണ് നമ്മുടെ ഐഡിയൽ എന്ന് പറയുന്നത്. സോ ഇൻ കേസ് എപ്പോഴെങ്കിലും ഇതിൽ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓൺലി ഫോർ ദാറ്റ് പീരീഡ് ഓഫ് ടൈം മാത്രമായിരിക്കും. നമ്മൾ പറയാറുണ്ട് ലൈക്ക് ബിസിനസ് ഗിമിക്സ് ആണെന്നുള്ളത്. ബട്ട് ഇത് ബിസിനസ് ഗിമിക്സ് അല്ല. ഇതിൽ നിന്ന് നമ്മൾ കുറയ്ക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി നോ ആണ്. ബട്ട് ഈ ഒരു പറയുന്ന ഇനീഷ്യൽ 30 എന്ന് പറയുന്ന ആ ഒരു ഫിഗർ മാത്രമേ മാക്സിമം വരുള്ളൂ. 50 കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, സോ ലൈക്ക് ടു ബി ജെന്യൂൻ ആണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സിറ്റുവേഷൻ കൂടെ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കേട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ ഒരു QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോഴും നിങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ 2 ദിവസത്തേക്ക് മാക്സിമം ലൈക്ക് ഒരു 3 hours ടൈം പീരീഡ് ആണ്. അപ്പൊ അതിൽ ഏത് ക്ലാസ്സുകളും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കേട്ട് നോക്കി കഴിഞ്ഞാൽ ആ ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓരോ സബ്ജക്റ്റിന്റെയും. അപ്പൊ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ അറ്റ് പ്രസന്റ് നമ്മൾ അതിലേക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസ് ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. റെക്കോർഡിംഗ് ക്ലാസ്സസ് നമ്മൾ റെക്കോർഡിംഗ്സ് ഓൺ ഗോയിങ് ആണ്. March 7 മുതലായിരിക്കും ഓരോന്ന് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിലുള്ളത് പ്രീവിയസ് ഇയറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, സോ അതിൽ കുറച്ച് ക്ലാസ്സുകൾ മാത്രമായിരിക്കും, ബാക്കിയുള്ള നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഡ്യൂ ടു സം റീസൺസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള ക്ലാസ്സസ് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടു തുടങ്ങും. സോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത്രയും ഹൈ ആണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഫിലിംസിന് ഇനി നിങ്ങൾ താമസിപ്പിക്കാൻ അല്ലെങ്കിൽ പഠനം ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്തിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ ഫ്രീ ആയിട്ട് കണ്ടു തുടങ്ങും. ഓക്കെ, സോ ആ ക്ലാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ, നിങ്ങൾക്ക് ഓൾറെഡി ആ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്നത്തെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അന്ന് നമ്മൾ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സോ സൂമിലൂടെ ലൈവ് ആയിട്ടായിരുന്നു ക്ലാസ്സുകളെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ റെക്കോർഡിംഗ്സ് ആയിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്തായിരിക്കും, ലൈക്ക് അപ്പീലിംഗ് ആയിരിക്കും. ബട്ട് മറ്റേതാകുന്ന സമയത്ത് എന്തായിരിക്കും, ലൈക്ക് സൂമിന്റെ പ്രസന്റേഷൻ പ്ലസ് സൂമിന്റെ ഇവിടെ എന്തായിരിക്കും, ഒരു വീഡിയോ എന്നുള്ള രൂപത്തിലായിരിക്കും. ബട്ട് അത് അന്നത്തെ നമ്മുടെ ഒരു ടെക്നോളജിക്കൽ കൺസ്റ്റൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, സോ ഈവൻ നമ്മൾ ഇപ്രാവശ്യം എല്ലാ ക്ലാസ്സുകളും ഇപ്പൊ ഈ ഒരു വീഡിയോ പോലെ പ്രൊവൈഡ് ചെയ്യും എന്നല്ല പറയുന്നത്. സം ക്ലാസ്സസ് ഇതുപോലെ സൂമിലൂടെ നമ്മൾ ഫാക്കൽറ്റീസിനെ കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട്, കാരണം അവർക്ക് ഇവിടെ നമ്മുടെ അടുത്ത് വന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എല്ലാ ഫാക്കൽറ്റീസിനും അത് പറ്റണമെന്നില്ല. പിന്നെ എല്ലാ ഫാക്കൽറ്റീസിനെയും ഈ ഒരു പറയുന്ന 100 ഡേയ്സിലേക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷനും അവർക്ക് ക്ലാസ് എടുക്കേണ്ടതായിരിക്കും. UPSC അവർക്ക് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എല്ലാവരുടെയും കൂടെ ടൈം മാനേജ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് വി ആർ ബീങ് ഹോണസ്റ്റ്. അപ്പൊ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് സൂം റെക്കോർഡിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ബട്ട് വി വോണ്ട് കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി. ഈ പറയുന്ന ക്ലാസ്സുകളുടെ തന്നെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ഫർദർ ഡിസ്കഷൻസ് നമ്മൾ ഈ രൂപത്തിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ ലൈക്ക് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതേപോലത്തെ ഒരു സെഷൻ ആയിട്ട് ഇതിലേക്ക് ഫർദർ വേറെ ഫാക്കൽറ്റീസിനെ കൂടെ ചിലപ്പോൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ക്വാളിറ്റി വി ഹാവ് ടു മെയിൻറ്റെയിൻ അറ്റ് ദ ടോപ്പ് നോച്ച്, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അതും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കുക. അതിലുള്ള ഒരു ക്ലാസ്സുകളും അറ്റ് പ്രസന്റ് റെക്കോർഡ് ചെയ്തതല്ല. അത് 2-3 വർഷം മുമ്പ് നമ്മൾ എന്ത് ചെയ്താണ്, അന്ന് ലൈവായിട്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്, അതിന്റെ റെക്കോർഡിങ്സ് ആണ്. ബട്ട് ക്വാളിറ്റി ഈസ് ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇനീഷ്യലി ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
നിങ്ങൾ ഒട്ടും ലാഗ് ആയി പോകാതെ ബിഹൈൻഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഏത് രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പോയി തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോഴ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇത് ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത്. സോ വിത്തിൻ ലൈക്ക് 2 days നിങ്ങളുടെ ആ ഒരു ലിമിറ്റ് കഴിയുന്നതായിരിക്കും. സോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പറയുന്ന പേയ്മെന്റ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ എക്സ്റ്റൻഷൻ ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ടിൽ ഈ പറയുന്ന KS എക്സാമിനേഷൻ ഇസ് ഓവർ. നമ്മൾ പറഞ്ഞ ഫെബ്രുവരി ഡേറ്റ് ഉണ്ടല്ലോ, ഫെബ്രുവരി 16, അതുവരെ നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫെബ്രുവരി 16 റിസൾട്ട് വരുന്നതായിരിക്കും. സോ അതുവരെയുള്ള കാര്യത്തിലേക്ക്, അതുവരെയുള്ള ഒരു ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അറ്റ് പ്രസന്റ് ഇത് 2 ദിവസത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും അതിന് ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾ ക്വാളിറ്റി ഉണ്ടെന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പണം അടച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് നോക്കുക. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു. സോ എവ്രി വൺ സ്റ്റഡി വെൽ. ഓക്കെ, പ്രിപ്പയർ വെൽ. നിങ്ങൾ എവിടെയാണെങ്കിലും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, താങ്ക് യു.